നമസ്കാരം. വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുമ്പോൾ വോട്ട് തേടിയുള്ള വഴികളിൽ വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. VIP പോര് മുതൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെയുള്ള വിവാദങ്ങളാണ് ഇതുവരെയുള്ളത്. രാഷ്ട്രീയ ചിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നടൻ ടോവിനോ തോമസും കലാമണ്ഡലം ഗോപി ആശാനും വരെ രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പ് കാലം. VIP-കളെ LDFും UDFും പിടിച്ചതോടെ EP രാജീവ് ബിസിനസ് ഇടപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ മുന്നണികൾ മുന്നേറുകയാണ്. ഈ വിചിത്ര നേർക്കാഴ്ചകളുടെ നേർചിത്രവുമായി അങ്കത്തട്ട് ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം വോട്ട് ചിത്രം. കടുത്ത വേനൽ ചൂടിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളയ്ക്കുകയാണ്. LDF കൺവീനർ EP ജയരാജനും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളാണെന്ന ആരോപണം വിടാതെ പിടിച്ചിരിക്കുകയാണ് UDF. അതേസമയം കേന്ദ്രവിരുദ്ധ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് LDF. EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ ബന്ധമാരോപിച്ച് ആദ്യം വിവാദത്തിന് തിരികൊളുത്തിയത് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി തുടർന്ന് രംഗത്തെത്തി. ഇതോടെ വിശദീകരണം നൽകാൻ EP ജയരാജൻ നിർബന്ധിതനായി. എന്തെങ്കിലും ബന്ധം തെളിയിക്കാൻ EP വെല്ലുവിളിച്ചതോടെ ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസിന്റെ മറുപടി. EP ജയരാജന്റെ കുടുംബാംഗങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ് ജീവനക്കാരും ഒന്നിച്ചുള്ള ചിത്രം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പുറത്തുവിട്ടു. CPM BJP ബന്ധമാരോപിച്ച് LDF കൺവീനർ NDA കൺവീനറായി എന്ന രീതിയിൽ ആക്ഷേപം കടുപ്പിച്ചു UDF. കേരളത്തിലെ LDF കൺവീനർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള സ്ഥാപനവും BJPയുടെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇവർ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാവല്ലേ ആദ്യം മുതൽ അല്ലേ? അപ്പോ ആ തലത്തിലേക്ക് ബന്ധം മാറി. പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ED പരിശോധന നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവർ തമ്മിൽ ഉണ്ടായത്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത്? BJP സ്ഥാനാർത്ഥികൾ ശക്തരാണെന്ന EP ജയരാജന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും തിരുത്തിയതിന് പിന്നാലെയാണ് ജയരാജനെ വട്ടമിട്ട് വീണ്ടും ഒരു വിവാദത്തിന് UDF വിത്തുപാകിയത്. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം അതിന്റെ മറ്റു സംബന്ധിച്ച് മാത്രമേ പാർട്ടി ഇടപെടേണ്ട കാര്യമുള്ളൂ. രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിച്ച് പറഞ്ഞിട്ട് LDFും UDFും തമ്മിലാണ് രാഷ്ട്രീയ മത്സരമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞു. പാർട്ടി നിലപാട് ഞാനും വിശദീകരിക്കുന്നു. നേരത്തെ തന്നെ വൈദേഹവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുകയും പാർട്ടി നിലപാട് വ്യക്തമാക്കിയതുമാണ്. അതിനുശേഷം ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെറുതെ വിശദീകരണം നിങ്ങൾ പറയുന്നതാണ്. ഞങ്ങളൊന്നും ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും വിശദീകരിച്ചിട്ടില്ല, ഇന്നേവരെ എവിടെയും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അതൊക്കെ ജയരാജൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും അതിനെ സംബന്ധിച്ച് പറയാം. എന്നാൽ EPയുടെ വിശദീകരണത്തോടെ വിവാദം അവഗണിക്കാനാണ് ഇടത് തീരുമാനം. കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്നു എന്ന പ്രചാരണം ശക്തമാക്കി ആരോപണങ്ങളുടെ മുനിയൊടിക്കുകയാണ് ഇടതുതന്ത്രം. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന രീതിയിലുള്ള പ്രചാരണത്തിന് മുഖ്യമന്ത്രി തന്നെയാണ് ഊന്നൽ നൽകുന്നത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദേശീയതലത്തിൽ ആരെ സഹായിക്കാനാണെന്ന ചോദ്യവും ഇടതു നേതാക്കൾ ഉന്നയിക്കുന്നു. കേരളത്തിൽ എങ്ങനെയും അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA നീങ്ങുന്നത്. എറണാകുളം, കൊല്ലം, വയനാട് മണ്ഡലങ്ങളിൽ എന്ത് സസ്പെൻസാണ് BJP കാത്തുവച്ചിരിക്കുന്നതെന്നും കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് ഇടപാട് ആരോപണം ആയുധമാക്കുകയാണ് കോൺഗ്രസ്. EP ജയരാജന്റെ കുടുംബാംഗങ്ങളും നിരാമയ റിട്രീറ്റ് ജീവനക്കാരും ഒന്നിച്ചുള്ള ചിത്രം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പുറത്തുവിട്ടത് വ്യാപകമായി പ്രചരിക്കുകയാണ്. LDF കൺവീനർ NDA കൺവീനറായി മാറിയതിന്റെ തെളിവാണ് ഇതെന്ന് ജ്യോതികുമാർ ചാമക്കാല ആരോപിച്ചതിന്റെ അലയൊലികൾ ഇപ്പോഴും മാറിയിട്ടില്ല. നടൻ ടോവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുറത്തുവിട്ടത് പിന്നാലെ പുലിവാല് പിടിച്ച അവസ്ഥയിലേക്ക് മാറി. എന്തായാലും പുലി പിടിക്കും മുൻപേ ഫോട്ടോയും പിൻവലിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുനിൽകുമാർ. ചേർത്ത് പിടിച്ച സെൽഫിയൊക്കെ എടുത്തോ, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആ ഫോട്ടോ ഉപയോഗിച്ചാൽ പണി പാളും എന്ന് കൂടുതൽ സെലിബ്രിറ്റികൾ പറഞ്ഞു തുടങ്ങിയാൽ പല സ്ഥാനാർത്ഥികൾക്കും സുനിൽകുമാറിന്റെ അവസ്ഥയായിരിക്കും.
നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് വിശദീകരണവുമായി തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഫോട്ടോ പൂങ്കുന്നത്ത് ലൊക്കേഷനിൽ പോയപ്പോൾ എടുത്തതെന്നാണ് സുനിൽകുമാറിന്റെ വിശദീകരണം. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചെന്നും VS സുനിൽകുമാർ അറിയിച്ചു. തനിക്കൊപ്പമുള്ള ഫോട്ടോ ഉപയോഗിക്കുന്നതിൽ ടൊവിനോ എതിർപ്പ് അറിയിച്ചിരുന്നു. ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ടൊവിനോ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറിപ്പ് ഡിലീറ്റ് ചെയ്തത്. താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡറാണെന്ന് ടൊവിനോ തോമസ് നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. VK പ്രശാന്തും സമാന രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഇതേ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം ഒരു സിനിമയിൽ പറയുന്നുണ്ട്. കഥകളി രംഗത്തെ ഇതിഹാസം കലാമണ്ഡലം ഗോപിയോട് സുരേഷ് ഗോപി അതേപോലെ പറഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോള്. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുരാജ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടതോടെ അനുഗ്രഹ വോട്ടുകൾ മുതലാക്കാമെന്ന മറ്റു പലരുടെയും മോഹങ്ങളും അസ്തമിച്ചിരിക്കുകയാണ്. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ നോക്കുന്നു എന്നാണ് മകൻ രഘുരാജിന്റെ ആരോപണം. കലാമണ്ഡലം ഗോപിയെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ, അതിനാൽ സമ്മതിക്കണമെന്നും കുടുംബ ഡോക്ടർ വിളിച്ചാവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരത്തിൽ പത്മഭൂഷൺ വേണ്ടെന്ന് പറഞ്ഞ് ആവശ്യം നിരസിച്ചെന്ന് രഘു ഗുരുകൃപ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുതെന്നും പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് മനസ്സിലായതെന്നും രഘുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനിയും ആരും BJPക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട, ഇതൊരു അപേക്ഷയായി കൂട്ടണമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം വിഷയത്തിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താനും പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാർ, പ്രമുഖർ, ഗുരുനാഥർ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണും. നേരിട്ട് ഒരാളെയും എനിക്കറിയത്തില്ല. ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചോളാം. മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ചെയ്തോളാം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ. പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഏകീകൃത സിവിൽ കോഡിനെ ആരൊക്കെയാണ് പേടിക്കേണ്ടത്? മുസ്ലിങ്ങൾ മാത്രമല്ല, രാജ്യത്തെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് മുഴുവൻ ഏകീകൃത സിവിൽ കോഡ് ഭീഷണിയാണെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. ഇന്ത്യ ഇതുപോലെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. UDFന്റെ ധർമ്മടം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PMA സലാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോൺഗ്രസിൽ നിന്നും നേതാക്കൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് CPIM ആണെന്ന് PMA സലാം ആരോപിച്ചു. BJPയെ കോൺഗ്രസിനോട് ഉപമിക്കുന്ന പിണറായി വിജയന്റെ മനോനില പരിശോധിക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ശകുനമുടക്കികളാണ് LDF എന്നും PMA സലാം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ വാതിലിന് മുമ്പിൽ വേസ്റ്റ് ബിൻ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് BJP. അതിൽ നിന്ന് തള്ളപ്പെടുന്ന ആളുകൾ, ഒഴിവാക്കപ്പെട്ട വേസ്റ്റുകൾ അതിലിട്ടുള്ള കൊണ്ടുപോയിക്കൊള്ളാം. ഇതാണ് BJPയുടെ സ്ഥിതി. അതിൽ ആഘോഷിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. KPCC മെമ്പർ KC മുഹമ്മദ് ഫൈസൽ അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ CA അജീർ, അബ്ദുൾ റഹ്മാൻ കലായി, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് ജയന്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതായി വാഹനത്തിന് പിന്നാലെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ ക്ഷേത്രങ്ങളിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. തെയ്യങ്ങളെ വണങ്ങി അനുഗ്രഹം വാങ്ങുന്നതിനൊപ്പം ഭക്തരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് കളിയാട്ടക്കാവുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം.
ഉത്തര കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും കാവുകളിലും കളിയാട്ടക്കാലമായതോടെ സ്ഥാനാർത്ഥികളുടെ ഇഷ്ടസ്ഥലമായി ഇവിടെ മാറുന്ന കാഴ്ചയാണ്. ക്ഷേത്രങ്ങളിലെത്തി അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് വിജയമുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം ഭക്തരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യഘട്ട പ്രചരണത്തിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും അനുഗ്രഹം വാങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പടി മുന്നിലാണ് LDF സ്ഥാനാർത്ഥികൾ. വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണിയുള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഇടതുമുന്നണിയുടെ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമ്മളൊപ്പം ചേരുകയാണ്. തുടക്കത്തിൽ തന്നെ ഇലക്ഷൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 3 ഘട്ടത്തോളം ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതുവരെയുള്ള പ്രവർത്തനത്തെ? അല്ല, മിക്കവാറും എനിക്ക് പരിചയമുള്ള പ്രദേശമല്ലേ. ആ പ്രദേശങ്ങളിൽ വീണ്ടും വീണ്ടും പോകുക എന്ന് പറയുന്നത് തന്നെ അവരെ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളതാണ് ഒരു കേസ്. ഒന്ന്, ജനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ളൊരു അവസരം ഉണ്ടായി ഈ സമയത്ത്. അതിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അത് വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊരു കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളെയാണ് പൂർണ്ണ വിശ്വാസം. ഈ ജനങ്ങളെ കാപട്യത്തിൻ്റെ മേലെ ജനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഈ തലസ്ഥാനത്തെ ജനങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ നേരത്തെ 2005 ഇവിടെ മത്സരിച്ച് അന്ന് ഞാൻ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ നാട്ടിലുള്ള ആളാണെങ്കിൽ പോലും എന്നെ അന്ന് ചിലരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വരത്തം വന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ കേരള തലസ്ഥാനത്തെ ജനങ്ങൾ പൂർണ്ണമായും എന്നെ സ്വീകരിച്ചു. നല്ല ഭൂരിപക്ഷം സ്വീകരിച്ചു. സമകാലിക രാഷ്ട്രീയം തന്നെയാവുമോ ഈ തെരഞ്ഞെടുപ്പിന് ചർച്ച? തീർച്ചയായിട്ടും. എന്താ സമകാലിക രാഷ്ട്രീയം തന്നെ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുക. അവർ ഭയാശങ്കയോട് കൂടി കാണുക നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. ഇന്ത്യ ഇപ്പോൾ CA വന്നല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങളുണ്ട്. അവർ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കയോടെ കാണുക. അവർക്ക് ഒരിക്കലും UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല, BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല. പുതിയൊരു മുദ്രാവാക്യമാണല്ലോ മോദിയുടെ ഗ്യാരണ്ടി. അതിനെ എങ്ങനെ നോക്കുക? മോഡിയുടെ ഗ്യാരണ്ടി ആർക്കും അറിയാത്തത്? മോഡി പറഞ്ഞ ഗ്യാരണ്ടിയിൽ നമ്പർ 1 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 15 ലക്ഷം പാവങ്ങൾക്ക് കൊടുക്കും, പണക്കാരെ കാശെടുത്തിരുന്ന. അതിനെന്താ ചെയ്തേ? പാവങ്ങളെ കാശെടുത്ത് പണക്കാർക്ക് കൊടുത്ത്. ഇപ്പം ലോകത്തിലെ 3ാമത്തെ വലിയ മുതലാളിയായി മാറിയാരാ? അദാനിയ. അയാളെ കയ്യിലാണ് നമ്മളെ പോർട്ടുള്ളത്. അയാളെ കയ്യിലാണ് ഈ വിമാനത്താവളം ഉള്ളത്. വിമാനത്താവളം നിങ്ങൾക്കറിയാലോ. വിമാനത്താവളം 1 ലക്ഷം കോടി ആസ്തിയുള്ള വിമാനത്താവളമാണ്. ആ വിമാനത്താവളം നടത്താമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു. നിങ്ങൾ പറയുന്നതിനേക്കാളും 10 കോടി നമ്മൾ തരാം. നോ, തരൂല്ല, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പാടാന്ന്. അതാ കേന്ദ്ര ഗവൺമെൻറ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഇപ്പോൾ 2ാം പ്രാവശ്യം LDF വന്നിരിക്കുന്നു. ആ LDFിൻ്റെ ഭരണങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ്? അതിലെന്താ നിങ്ങൾക്ക് സംശയം? ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യും. നിങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചല്ലോ. ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അന്ന് പറഞ്ഞ നുണയെന്താ? ബിരിയാണി ചെമ്പ്. ആ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയില്ലേ? തെരഞ്ഞെടുപ്പിൽ എന്താണ്ടത്? ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റാണ് കിട്ടിയത്. 99 സീറ്റ്. അതെങ്ങനെ കിട്ടിയത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ഗവൺമെൻറ്. അത് പൊതുവേ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും മാറ്റം എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത് ജനങ്ങൾ കാണുന്നില്ലേ? ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇതല്ലേ പറയാൻ പോകുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യന് ഉള്ള അനുഭവമല്ലേ വോട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിന് ജനങ്ങൾ തിരിച്ചടിക്കും. 2004 ആവർത്തിക്കുമെന്നാണ് നമുക്ക് ഇപ്പോഴത്തുള്ള അവലോകനത്തിൽ തോന്നുന്നത്. അത് ആവർത്തിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയും. വലിയ ഭൂരിപക്ഷം കിട്ടും. അത്രയും എനിക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ജനങ്ങളെങ്ങനെ പൊതുവെ ഒരു സമീപനം? ജനങ്ങൾ ഏറ്റവും നല്ല അടുത്ത സമീപനമാണ്.
അവരെ നമ്മളോട് അനുകൂലമായി നിൽക്കുന്നു. അവരെ നിൽക്കുക മാത്രമല്ല മറ്റുള്ള ആളുകളെ കൊണ്ട് നമ്മൾ സഹായം ചെയ്യാം എന്നുകൂടി പറയുന്നുണ്ട്. അതൊരു വലിയ അനുഭവം. ഈ യാത്രക്കിടയിൽ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കും? ആരോഗ്യത്തിൻ്റെ പ്രശ്നം നോക്കണ്ട. ഒരു യുദ്ധത്തിനിറങ്ങുന്ന അവസരത്തിൽ ആ ഭടൻ ആരോഗ്യമില്ല നോക്കണ്ട്. എതിരാളി ശത്രു വരുമ്പം ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ എന്താ വഴിയെന്ന് നോക്കണ്ട്. ആ ശത്രു സംഹാരത്തിനുമുള്ള പോരാട്ടത്തിൽ എൻ്റെ അസുഖമല്ല ഞാൻ നോക്കേണ്ടത്, എൻ്റെ പ്രതികൂല കാലാവസ്ഥ ഞാൻ നോക്കേണ്ട കാര്യമില്ല. പോരാട്ടത്തിന് മുമ്പിൽ വരുമ്പം അവിടെ വെച്ച് പതറാതെ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എൻ്റെ മനസ്സ്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. വിപ്ലവകാരി എന്ന് പറയുന്നത്, വിപ്ലവകാരി മഴ കണ്ടാൽ സമരം നിർത്താം എന്ന് പറയുന്നത് വിപ്ലവകാരിയുടെ ഒരു തത്വശാസ്ത്രമല്ല. മഴയായാലും പെരുമഴയായാലും എന്ത് വന്നാലും നമ്മൾ വിപ്ലവം തീരുമാനം നടപ്പിലാക്കാൻ നമ്മൾ മുമ്പോട്ട് പോകും. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. തീർച്ചയായും സമകാലിക രാഷ്ട്രീയം തന്നെയാവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയെന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രാമചന്ദ്രൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും JS ഷാനിനൊപ്പം D ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ചരിത്രത്തിന്റെ താളുകളിൽ നിറം മങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണിനി. കാണാം ചരിത്ര സ്പന്ദനം. പ്രമുഖരെ വീഴ്ത്തിയും പുതുമുഖങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുമാണ് 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുതിയത്. കോൺഗ്രസിലെ പിളർപ്പിന്റെ സാഹചര്യത്തിൽ കാലാവധി എത്തുന്നതിന് 1 വർഷം മുൻപേ ലോക്സഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയാണുണ്ടായത്. വിശ്വപൗരനായ VK കൃഷ്ണമേനോനാണ് തിരുവനന്തപുരത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. CPIM പിന്തുണയോടെ മത്സരിച്ച കൃഷ്ണമേനോൻ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ D ദാമോദരൻ പോറ്റിയെയാണ് തോൽപ്പിച്ചത്. CPMന്റെ സമുന്നത നേതാവ് AKG പാലക്കാട്ടു നിന്ന് ജയിച്ചു. 3 തവണ ജയിച്ച കാസർഗോഡ് ഉപേക്ഷിച്ചാണ് അദ്ദേഹം പാലക്കാടെത്തിയത്. കാസർഗോഡ് വൻ അട്ടിമറി നടന്നു. കരുത്തനായ EK നായനാരെ തോൽപ്പിച്ച് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജെയിൻ കില്ലറായി. മാവേലിക്കരയിൽ കേരള കോൺഗ്രസിന്റെ R ബാലകൃഷ്ണപിള്ള ജയിച്ചു കയറിയപ്പോൾ അടിയറവ് പറഞ്ഞത് CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ള. തലശ്ശേരിയിൽ CPIയുടെ CK ചന്ദ്രപ്പൻ CPMലെ പാട്യം ഗോപാലിനെ പരാജയപ്പെടുത്തി. RSP പതിവ് പോലെ N ശ്രീകണ്ഠൻ നായരെ കൊല്ലത്ത് നിർത്തി വിജയം ആവർത്തിച്ചു. അമ്പലപ്പുഴയിൽ K ബാലകൃഷ്ണൻ എന്ന കൗമുദി ബാലകൃഷ്ണനാണ് RSPയുടെ കൊടി ഉയർത്തിയത്. തോറ്റത് CPMലെ സുശീല ഗോപാലൻ. കോഴിക്കോട് ഇബ്രാഹിം സുലൈമാൻ സേട്ടും മഞ്ചേരിയിൽ മുഹമ്മദ് ഇസ്മയിലും ലീഗ് കോട്ടകൾ ഭദ്രമാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 6 സീറ്റാണ് ലഭിച്ചത്. വടകരയിൽ KP ഉണ്ണികൃഷ്ണനും മുകുന്ദപുരത്തെ AC ജോർജും എറണാകുളത്തെ ഹെൻറി ഓസ്റ്റിനും വിജയക്കൊടി നാട്ടി. മൂവാറ്റുപുഴയിൽ CM സ്റ്റീഫനായിരുന്നു ജയം. ചിറയൻകീഴിൽ കോൺഗ്രസിലെ വയലാർ രവി CPMലെ വർക്കല രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തി ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ പഞ്ച് ഡയലോഗിലേക്ക്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ കണക്കിന് കൊടുക്കുന്നുണ്ട് കോൺഗ്രസുകാർക്ക്. മുരളീധരന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് മറുപടി ഏറെയും. TN പ്രതാപന്റെ കരുതലും സ്നേഹവും കണ്ട് അതിശയിക്കുകയാണ് പത്മജ. ചേട്ടനെ ഓർത്ത് സങ്കടമുണ്ട്. കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, തുടച്ച് എന്നെ ഒരു പരുവത്തിലാക്കിയെന്നും പത്മജ പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സഹോദരനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഏട്ടനല്ലേ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിടുമ്പോഴേ കാണുമ്പോൾ ഒരു സങ്കടം. കാരണം എന്നെ ഇലക്ഷൻ തോൽപ്പിച്ച് താപ്പാനാണ് അപ്പുറം നിൽക്കുന്നത്. എന്നിട്ട് ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ടൗണിലോട്ട് നോക്കാൻ കൊടുക്കുക, ഇങ്ങനെ തുടച്ച് എന്നെയും പരുവത്തിലാക്കിയത്. അപ്പൊ ഞാൻ കണ്ടപ്പോ പറഞ്ഞു, പാവം അവൾ പടാരം ഒന്ന് ജയിച്ചു പോയനെ, ഇന്നോരെ തട്ടി അവിടെ ആക്കി. ആളുടെ അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. BJPയെ മഹത്വരിക്കുകയാണ് ഇടത് മുന്നണി കൺവീനറെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ തകർക്കാനാണ് അത്തരം നീക്കങ്ങൾ. BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് ഇല്ലാതായാൽ മതി എന്നാണ് ജയരാജന്റെ ഒക്കെ ചിന്ത. മോദിക്കെതിരെ പോരാടാൻ ശക്തിയുള്ള നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. എറണാകുളത്ത് ഷൈൻ ചെയ്യാൻ പോകുന്നത് ഹൈബിയാണെന്നും ചെന്നിത്തല പറഞ്ഞു.
ഇവിടുത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോരാട്ടം UDFും LDFും തമ്മിലാണ്. പക്ഷേ LDF കൺവീനർ പറയുന്നു പോരാട്ടം LDFും BJPയും തമ്മിലാണ്. BJPയെ മഹത്വവൽക്കരിക്കുക, ഇല്ലാത്ത അംഗീകാരം കൊടുക്കാൻ ശ്രമിക്കുക, അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറയുക. ഇതിന്റെ എല്ലാം ഉദ്ദേശം കോൺഗ്രസിനെയും UDFിനെയും ദുർബലപ്പെടുത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള നീക്കമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തിനെതിരായ സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണ് ഷൈൻ ചെയ്യുന്നത് ഏതായാലും പാർലമെന്റിനകത്തും പുറത്തും IB തന്നെയാണ്. അതിന് വേറെ ആർക്കും അവകാശം സാധിക്കില്ല. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ഷാഫി പറമ്പിലിന്റെ നീക്കം ധീരജ് വധക്കേസിലെ പ്രതിയെ തള്ളിപ്പറയാതെയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നിരപരാധികളുടെ ചോരയിൽ ചവിട്ടിയാണ് UDF സമാധാന പ്രസംഗം നടത്തുന്നത്. ഷാഫി പറമ്പിലിന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ധീരജിന്റെ അച്ഛനെ പോയി കാണണം. വടകരയിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റാണെന്നും VK സനോജ് ആരോപിച്ചു. ഇവിടെ ഇപ്പോൾ വടകരയിൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വന്തം സംഘടനയിലെ ആളെ പറ്റിക്കാൻ വേണ്ടി, അധികാരം കയ്യിലൊതുക്കാൻ വേണ്ടി വ്യാജ കാർഡുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ പ്രസിഡന്റാണ്. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കടന്നു കയറിയിട്ട് മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തി കൊന്നുകളഞ്ഞത്. അയാളെ കൂട്ടി നടക്കുക എന്ന് മാത്രമല്ല, അയാൾക്ക് വേണ്ട എല്ലാ നിയമസഹായം ചെയ്തു കൊടുത്തു. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു. കോൺഗ്രസിൽ ചില പദവികൾ കൊടുത്ത് വീണ്ടും അയാളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ദിവസം പോലും ആ കൊലപാതകിയെ തള്ളിപ്പറയാനോ യൂത്ത് കോൺഗ്രസ് പുറത്താക്കാനോ തയ്യാറാവാത്ത യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ട് പലതിനെക്കുറിച്ചും പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ ധീരജിൻ്റെ അച്ഛനെ പോയി കാണണം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പം നിരപരാധികളുടെ ചോരയിൽ ചവിട്ടിയിട്ടാണ്, അവിടെ നിന്നുകൊണ്ടാണ് ഈ സമാധാന പ്രസംഗം ഇവർ നടത്തുന്നത്. അതുകൊണ്ട് കാലം ഒന്നും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് വ്യാജന്മാരുടെ ആരോപണങ്ങൾ ഈ നാട് തള്ളിക്കളയേണ്ടതുണ്ട്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ടൊന്നും രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ഈ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നത്തെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആവേശം തിളച്ചു മറിയുമ്പോൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും നിറയുന്ന ചർച്ചകളിലേക്ക് ക്യാമറയൊന്ന് തിരിക്കുകയാണ്. ഇനി കാണാം നാട് പറയട്ടെ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗം ഓരോ ദിവസവും ഏറി വരികയാണ്. കൊച്ചി നഗരത്തിലെ ബസ് യാത്രയ്ക്കിടെ വോട്ടർമാർ പങ്കുവച്ച ചില തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. ഇന്ന് ഒരു ബസ് യാത്രയാണ്. ഈ ബസ്സിലൂടെ നമ്മൾ കൊച്ചി സിറ്റി ഒന്ന് കറങ്ങുകയാണ്. ഈ ബസ് യാത്രക്കാർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അമ്മേ, തെരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ, എന്തൊരു അഭിപ്രായം? എറണാകുളത്താണോ? വല്ലാർപാട് UDF ജയിക്കും. ആര് ജയിക്കും? എറണാകുളംകാരനാണോ? അതെ അതെ. ഇത്തവണത്തെ ഇലക്ഷൻ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ. BJP അതുപോലെ തന്നെ നല്ലൊരു സാധനം വോട്ട് പിടിക്കും. ഇലക്ഷനൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു പ്രതീക്ഷ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്നാലും BJP ഐവിടനായിട്ടൊരു സാധ്യത കിടപ്പുണ്ട്. വോട്ട് ചെയ്യുന്നില്ലേ? അതെന്താ വോട്ട് ചെയ്യാതെ? കാര്യമില്ല. എന്നാലും ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇതൊക്കെ കാണാറുണ്ടല്ലോ, പ്രചരണമൊക്കെ. എന്തൊരു അഭിപ്രായം? അവരുടെ ആ നേരത്ത് ഒരു ഇപ്പം വോട്ട് വരുമ്പോൾ ആ നേരത്ത് എല്ലാവരും ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു അറിവില്ല അവരുടെ. IB നമുക്ക് ഈ ഹോസ്പിറ്റൽ കേസിനും മെഡിസിനൊക്കെ സഹായം ഉണ്ട് IBയുടെ കൊണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കാണുന്ന എന്തൊരു ആവശ്യമൊക്കെ പറഞ്ഞാൽ അവർ ചെയ്തു തരൂലല്ലോ. പിന്നെ നമുക്ക് എന്താ ആവശ്യം? ഗ്യാസ് സിലിണ്ടറിന്റെ ഒക്കെ വില ഒക്കെ കുറച്ചല്ലേ ഈ സമയത്ത്? അത് കഴിഞ്ഞ് അത് കൊണ്ട് നമുക്ക് നമ്മളെ ചിലവ് നടക്കുമോ, കാര്യങ്ങൾ നടക്കുമോ? ഇല്ലല്ല. വിലക്കയറ്റാണ് വലിയ പ്രശ്നം. അതാണ് പ്രശ്നം. പാവപ്പെട്ട ഞങ്ങളെ പോലെയുള്ളവർക്ക് അത് പറ്റൂല. അത് തന്നെ. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഒരു അഭിപ്രായമില്ല. കാരണം എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. പാർട്ടിക്കാർക്ക് ഉണ്ടാവും, പക്ഷെ ജനങ്ങൾക്കുടെ ദുരിതം ഒരിക്കലും മാറില്ല. നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
തെരഞ്ഞെടുപ്പ് അതിപ്പോൾ ആരെ ജയിപ്പിച്ചു വിട്ടാലും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഇവിടെ യൂത്തൊന്നും അധികം ആൾക്കാർ നിൽക്കുന്നില്ല. ഇപ്പോൾ ആരോട് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും ആരൊക്കെ പുറത്തോട്ട് പോകാനുള്ള ഇതാണ്. ഇവിടെ യൂത്തിനൊരു എന്നാ പറയാം അവർക്ക് തൊഴിലവസരങ്ങൾ വേണം. അതെ അതെ തീർച്ചയായിട്ടും വേണം. എറണാകുളത്ത് ജയിക്കുന്ന ഐവീടനാണ്. അതെ, അതിന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്നത് നമ്മുടെ മോദിയായിരിക്കും. ആയിരിക്കും. ഇന്ത്യ മുന്നണിക്ക് ഒരു സ്ഥാനമില്ല. അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഇവിടുത്തെ ഈ നീക്കം വെച്ചോണ്ട് പറഞ്ഞാൽ എറണാകുളം ഐവീടനുള്ള ഇപ്പോഴുള്ള നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കണേണ് ഈ ഭരണം. വളരെയധികം മോശമായ ഭരണത്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വകാര്യ ബസ് ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാർ എന്നെക്കാളും പ്രായം കുറേ ചെറുപ്പക്കാർ പിള്ളേർ എക്സൈസിൽ പോലീസിൽ ഒക്കെ ആയിട്ട് ലിസ്റ്റിൽ കിടക്കുന്ന പിള്ളേരുണ്ട്. ആർക്കും ഇവരുടെ ആൾക്കാരെ മാത്രം ഇവർ നിയമിക്കുന്നു. അതുമാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാറി വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ UDF വോട്ട് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ BJP കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പൊതുജനങ്ങൾ മനസ്സിലാക്കി BJPയുടെ സീറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം, വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ സമസ്ത മേഖലകളിലെയും വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. ക്യാമറാമാൻമാരായ ജിഷ്ണുവിനും ഗോവിന്ദനുമൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഓരോ മുന്നണികളും പ്രചാരണവുമായി മുന്നേറുകയാണ്. എന്തായാലും അങ്കത്തട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.